ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നീ മിമ്പറിൽ നമ്മൾ ശ്രവിച്ചത് ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ അനിവാര്യമായും അഭിമുഖീകരിക്കേണ്ട അന്ത്യനാളിനെ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുവാൻ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ മിമ്പറിൽ ഒരു ഖുത്ബയായി നമ്മൾ ശ്രവിച്ചത്. പാരത്രിക ജീവിതം ഏവർക്കും പറയപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പേര് മുതൽ അന്ത്യനാൾ പുലർന്നാൽ അവിടെ നടക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ, അന്ത്യനാളിൻ്റെ പ്രത്യേകതകൾ, അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതിഗൗരവമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പാരത്രിക ലോകം ഭയാനകമാണ്, ഭീതിജനകമാണ് എന്ന നിലക്ക് വിശ്വസിക്കാനും ആ ലോകത്തെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പ്രസ്താവിക്കുകയുണ്ടായി. പേരുകൾ വരെ പരലോകവുമായി ബന്ധപ്പെട്ട് പലതാണ് വിശുദ്ധ ഖുർആനിലും തിരുമൊഴികളിലും നമ്മൾ വായിക്കുന്നത്. പേരുകൾ പെറുക്കി അതിൻ്റെ ആശയം നോക്കിയാൽ മാത്രം മതി പരലോകം എത്ര ഭീതിജനകമാണ്, ഭയാനകമാണ് എന്ന് ബോധ്യപ്പെടാൻ. അന്ത്യനാൾ അൽ യൗമുൽ ആഖിറാണ്. വിശുദ്ധ ഖുർആനിൽ യൗമുദ്ദീൻ, യൗമുൽ ജംഅ്, യൗമുൽ ഫസ്ൽ, യൗമുൽ ഹിസാബ്, യൗമുൽ വഅദ്, യൗമുൽ വഈദ്, ഇങ്ങനെ പരലോകത്തിൻ്റെ പേരുകൾ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, വിചാരണക്കെടുക്കുന്ന ദിവസം, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം, മുന്നറിയിപ്പ് ഏകപ്പെട്ട ദിവസം, അടിയാറുകൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിച്ച് സത്യവും അസത്യവും വേർതിരിച്ച്, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും വാക്താക്കളെ വേർതിരിച്ച്, സ്വർഗാർഹരെയും നരകാർഹരെയും വേർതിരിച്ച് യൗമുൽ ഫസ്ൽ, ഇങ്ങനെയുള്ള പേരുകൾ. പിന്നെ യൗമുത് തഗാബുൻ, യൗമുത് തനാദ്, യൗമുത് തലാഖ്, യൗമുൽ ആസിഫ, യൗമുൽ ഹസ്ര, ഇങ്ങനെ പരലോകത്തിൻ്റെ പേരുകൾ. അവിടെ നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണ് യൗമുത് തഗാബുൻ. ഏവർക്കും നഷ്ടം നന്നേ ബോധ്യപ്പെടും. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അധർമ്മകാരിയെ സംബന്ധിച്ചിടത്തോളം, ഭാവിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലഭിക്കേണ്ടത് തന്നിൽ നിന്ന് വഴിമാറുന്നത്, മറ്റുള്ളവർ തൻ്റേത് അനന്തരമാക്കുന്നത് കാണുമ്പോഴുള്ള നഷ്ടബോധം, പുണ്യം ചെയ്തവർ വരെ ഞാൻ പരിമിതപ്പെടുത്തിയല്ലോ എന്ന് പരിതപിച്ച് തൻ്റെ നഷ്ടബോധം ഉണരുന്ന ദിവസം. ഭാവികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെട്ട് തൻ്റേത് കൈവിട്ടു പോകുന്ന ആ രംഗം, വിശാലമായി ഒരുക്കപ്പെട്ട സ്വർഗീയാനുഗ്രഹങ്ങളിൽ ഒരു പരിമിതമായ സ്ഥലം പോലും തനിക്ക് നിഷേധിക്കപ്പെട്ട് സ്വർഗീയ വിശാലത കണ്ട് നഷ്ടബോധം വെളിപ്പെടുന്ന മനുഷ്യരുടെ ദിവസം യൗമുത് തഗാബുൻ. അവിടെ വിലാപങ്ങളുടെയും വിളികളുടെയും ദിവസമാണ് യൗമുത് തനാദ്. ആളുകൾ അന്യോന്യം കണ്ടുമുട്ടുകയും ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താനാകാത്ത വിധം എല്ലാവരും നഫ്സി 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 എന്ന് പ്രയാസപ്പെടുന്ന ദിവസമാണ് യൗമുത് തലാഖ്. നഷ്ടം വെളിപ്പെട്ട് തനിക്കാരെയും സഹായിയായി ലഭിക്കാനില്ലാതെ പരാജിതനാകുന്ന ദിവസം യൗമുൽ ഹസ്ര. ഇങ്ങനെ പരലോകത്തിൻ്റെ പേരുകൾ അതുമാത്രം നിരീക്ഷിച്ചാൽ പിന്നെ പരലോകം അൽ ഖാരിഅത്താണ്, പരലോകം അസ്സാഖയാണ്, പരലോകം അത്താമത്തുൽ കുബ്രയാണ്, പരലോകം അൽ ഹാഖയാണ്, പരലോകം അൽ ഗാഷിയത്താണ്. പരലോകവുമായി ബന്ധപ്പെട്ട ഈ പേരുകൾ നോക്കൂ നിങ്ങൾ. അൽ ഹാഖത്തു മൽ ഹാഖ, കൃത്യമായി സംഭവിക്കുന്ന യഥാർത്ഥ സംഭവം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഘോര ശബ്ദത്തിൻ്റെ, ചെകിടടക്കുന്ന ശബ്ദത്തിൻ്റെ ദിവസമാണ് പരലോകം. അൽ ഖാരിഅത്ത്, പ്രയാസങ്ങളും വിഷമതകളും ഭീതിയും ആളുകളെ പൊതിയുന്ന അൽ ഗാഷിയത്തിൻ്റെ ദിവസമാണ് പരലോകം.
അങ്ങനെ പരലോകം ഈ രീതിയിലുള്ള പേരുകൾ കൊണ്ടൊക്കെ നാമം ചെയ്യപ്പെട്ടു. ഇവിടെ നമ്മൾ കേട്ടത് ഈ പേരുകൾ കേട്ടാൽ തന്നെ പരലോകത്ത് എത്രമാത്രം ഭീതിതമാണ് എന്നത് ബോധ്യപ്പെടും വിധമാണ്. പിന്നെ പരലോകവുമായി ബന്ധപ്പെട്ടുള്ളതായ പ്രസ്താവനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശേഷങ്ങളും യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ വതറന്നാസ സുകാറ എന്നാണ്. പരലോകം സംഭവ്യമായിട്ടുണ്ട് എങ്കിൽ ഗർഭിണികൾ പ്രസവിച്ചു പോകുമെന്നാണ്. അവിടെ ഗർഭകാലം പൂർണ്ണമാകുന്ന വിഷയമൊന്നുമില്ല. എത്രയാണോ ചുമന്നുള്ളത് അത് പ്രസവിച്ചു പോകുമാർ ഭീതിതം. മുലയൂട്ടുന്ന ഉമ്മമാർ കുഞ്ഞുങ്ങളെ തൊട്ട് അശ്രദ്ധമാവുകയും പാലൂട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ വിഗണിച്ച് പോകുന്ന ഭീതിതമായ അവസ്ഥ. ജനങ്ങളൊക്കെ ലഹരി ബാധിച്ചത് പോലെ പെരുമാറുന്ന കാണപ്പെടുന്ന പരലോകം. അതാണ് പരലോകത്തിൻ്റെ പ്രത്യേകത. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി, എല്ലാവരിൽ നിന്നും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഇണകളെയും സന്തതികളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ വിഗണിച്ച് ആളുകൾ സ്വന്തം കാര്യത്തിൽ പരിമിതപ്പെടുന്ന ഭീതിജനകമായിട്ടുള്ള തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പായുന്ന പെടാപാടുപെടുന്ന ഭീതിജനകമായ പരലോകം. അതാണ് പരലോകവുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങളിൽ ചിലത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ തന്നെ വായിക്കുന്നത്. പിന്നെ ഈ ഉലകം അതിൽ അതിശക്തമായി കാണപ്പെടുന്നതായ അള്ളാഹുവിൻ്റെ പടപ്പുകൾ, വാനവും ഭൂമിയും പർവ്വതങ്ങളും എന്നു തുടങ്ങി സൃഷ്ടിചരാചരങ്ങളുടെ അന്നത്തെ അവസ്ഥ പരലോകം സംഭവിച്ചാൽ ഇദസ്സമാഉ ഇൻഷഖത് ഇദസ്സമാഉ ഫതറത് വൻഷഖത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഹിയ. മേൽക്കൂര അതിശക്തമാണ്, പക്ഷേ അതിന് വിള്ളൽ വീഴും, അത് പൊട്ടിപ്പിളരും, അത് ബലക്ഷയമുള്ളതായി അനുഭവപ്പെടുന്ന അവസ്ഥ. വാനത്തിന് സംഭവിക്കുന്ന വിഷയങ്ങൾ. ഭൂമി വഇദൽ അർദു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, ഇതിൽ നിമ്നോന്നതങ്ങളില്ല, പർവ്വതങ്ങളില്ല. വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കതാ ദക്കതൻ വാഹിദ, പർവ്വതങ്ങൾ ഭൂമിയുമായി ഇടിക്കപ്പെടും, അതോടുകൂടി ഭൂമി പരത്തപ്പെടും, ഭൂഗർഭത്തിലുള്ളതെല്ലാം പുറത്തെടുക്കപ്പെടും. വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, പർവ്വതങ്ങൾ വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ജിബാലു നുസിഫത് ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ യൗമ തർജുഫുൽ അർദു വൽ ജിബാലു ഫകാനത് കസീബൻ മഹീല. പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടും, പർവ്വതങ്ങൾ പൊടിക്കപ്പെടും, ധൂളിയായി മാറും, മരീചിക പോലെ അത് സഞ്ചരിക്കും. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ, പർവ്വതങ്ങളിലെടുത്ത് പർവ്വതങ്ങളില്ലാതെ ആകുന്ന അവസ്ഥ. പർവ്വതങ്ങൾ പൊടിക്കപ്പെടും, പിന്നീട് അത് നിരത്തപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയദറുഹാ ഖാഅൻ സഫ്സഫ എന്നാണ്. പർവ്വതങ്ങളെടുത്ത് പർവ്വതങ്ങളില്ല, പിന്നെയോ വിശാലമായ നിലങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. വാനം എത്ര ശക്തം! ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ഉറപ്പിനും നിലനിൽപ്പിനും വേണ്ടി ആണി എന്ന പോലെ പടച്ച മലകൾ, വൽ ജിബാല ഔതാദ, അതവിടെ ഇല്ലാത്ത അവസ്ഥ. അത് മണൽത്തിട്ടകളെപ്പോലെ പെരുമാറുന്ന, മരീചിക പോലെ പെരുമാറുന്ന, ധൂളികളാക്കി പറത്തപ്പെടുന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്കുള്ളൂ. എത്രമാത്രം ഭീതിജനകമായിരിക്കും. ഇദ ശംസു കുവ്വിറത് വഇദ നുജൂമു ഇൻകദറത്, സൂര്യൻ്റെ പ്രഭ കെടും, നക്ഷത്രാദികൾ ഉതിർന്നു വീഴും. സൂര്യന്, നക്ഷത്രങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുന്ന ആ ഒരു ലോകമെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും? വഇദൽ വഹൂഷു ഹുശിറത് എന്നാണ്. ഇനി വന്യമൃഗങ്ങൾ വനങ്ങളിൽ അവർ സ്വസ്ഥത കാണൂല. വന്യമൃഗങ്ങൾ അവിടെ നിന്നിറങ്ങി വരുന്നു, ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. സമുദ്രങ്ങൾ, കരയേക്കാൾ എത്ര കൂടുതലാണ് സമുദ്രം. വൈദൽ ബിഹാറു ഫുജ്ജിറത്, സമുദ്ര മഹാവിസ്ഫോടനത്തിന് വിധേയമാകും. അതേപോലെ തന്നെ സുജ്ജിറത്ത്, സമുദ്രങ്ങൾ അത് കത്തിക്കപ്പെടും. വലിയ ജലാശയങ്ങൾ കത്തുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പരലോകം ഇവിടെ സംഭവിക്കുമ്പോൾ ഇവിടെ എത്ര ഭീതിജനകമാണ് എന്നത് അറിയിക്കുവാനാണ് ഈ ഒരു ആമുഖം നമ്മൾ
ചിലത് കേൾക്കുകയുണ്ടായത് പരലോകത്തിൻ്റെ ആ ഭീതിതമായ അവസ്ഥയെ മനസ്സിലാക്കാൻ. പിന്നെ വൈദൽ ജന്നത്ത് ഉസ്ലിഫത്ത്, സ്വർഗം അടുപ്പിക്കപ്പെടും. അതേപോലെ തന്നെ വൈദൽ ജഹീമു സുഇറത്ത്, ജഹന്നം നിലവിലുണ്ട് പക്ഷേ അത് ആളി കത്തിക്കപ്പെടും. ഈ അവസ്ഥക്ക് പരലോകം സംഭവിക്കുമ്പോൾ ഇവിടെ വരാനിരിക്കുന്നതാണ്. ഒപ്പം വൈദ സുഹുഫു നുഷിറത്ത്, മനുഷ്യന്മാരുടെ കർമ്മരേഖകൾ അവർ വിചാരണക്കെടുക്കപ്പെടുന്നതിന് വേണ്ടി ഇവിടെ നിവർത്തി വെക്കപ്പെടും. ആ കർമ്മരേഖയിലേക്ക് വിളിക്കപ്പെടും. ഉലകത്തിൽ വലിയ വലിയ സൃഷ്ടികൾക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ പറയുമ്പോൾ മനുഷ്യർ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മനുഷ്യരെന്താ വതറ കുല്ല ഉമ്മത്തിൻ ജാസിയ, എല്ലാ ജനസമുദായങ്ങളും അവർ കാൽമുട്ടിൽ കുത്തി വീണ് പോകുമെന്നാണ്. ഭീതി കാരണത്താൽ ഭയവിഹ്വലരായി. ഇതാണ് അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉലകത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഭീതിജനകമായ അവസ്ഥകളിൽ ചിലതൊക്കെ വിശുദ്ധ ഖുർആനിൽ പരാമർശമായത് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായത്. പക്ഷേ ഈ ഒരു പരലോകം വിവിധം സംഭവിക്കുമ്പോൾ ഒരു വിഭാഗം അവർ നിറഞ്ഞ സന്തോഷത്തിലും നിർവൃതിയിലും നിർഭയത്വത്തിലും ആ പരലോകത്തെ അഭിമുഖീകരിക്കുകയും ആ പരലോകത്തിൽ ആളുകളാവുകയും ചെയ്യും എന്നതാണ് നമ്മളിവിടെ ഖുത്ബയുടെ പ്രധാന ഭാഗമായി കേട്ട വിഷയം. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ പരലോകം സംഭവിക്കുമ്പോൾ ആരാണ് നിർഭയൻ, ആരാണ് നിറഞ്ഞ സന്തോഷത്തിൽ ആ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത്, അവിടം ഇടം കാണുന്നത്? അൽ ഫസഉൽ അക്ബർ, ഏറ്റവും വലിയ ഭീതി, പേടി എന്നാണ് പരലോകം സംഭവിക്കുമ്പോൾ ഈ ഉലകത്തിൽ ഉണ്ടാകുന്ന ഭീതിയെക്കുറിച്ച്, പേടിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളെ എണ്ണിയിട്ട് അവർ അൽ ഫസഉൽ അക്ബറിനെ തൊട്ട് നിർഭയരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അൽ ഫസഉൽ അക്ബറിലേക്ക് എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കണം. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടണം. അവിടെ എല്ലാവരും വിചാരണയ്ക്ക് വിധേയരാകണം. ആ വിചാരണയുടെ അപ്പുറം വിധി തീർപ്പിന് വിധേയരായിട്ട് രക്ഷയോ ശിക്ഷയോ ഏൽക്കേണ്ടവരാണ് മനുഷ്യരെല്ലാവരും. അത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനമാണ്, അള്ളാഹുവിൽ നിന്നുള്ള വിധിയാണ്. അൽ ഫസഉൽ അക്ബറിലേക്ക്, ഏറ്റവും വലിയ അഭീതിയിലേക്ക് ജീവനറ്റവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആരാണ് അവിടുത്തെ നിർഭയർ, ആരാണ് അവിടെ സുരക്ഷിതർ, ആരാണ് അവിടെ സന്തോഷം തുളുമ്പി വന്നണയുന്നവർ? അള്ളാഹു പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ, അള്ളാഹു അസ്സ വജൽ വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ, ആ ദിവസം വലിയ ഭീതിയിൽ ആളുകളാകുമ്പോൾ ഇവർ നിർഭയരാണ് എന്നാണ് പറഞ്ഞത്. വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ. അപ്പോൾ എല്ലാ മനുഷ്യരും അവിടെ ഈ ഭീതിയിൽ, ഭയപ്പാടിൽ തകരുന്നവരും തളരുന്നവരുമല്ല, ഭീതിയിൽ ചൂളിപ്പോകുന്നവരല്ല. പ്രത്യുത ഒരു വിഭാഗം ആളുകൾ സുരക്ഷിതരാണ്, നിർഭയരാണ്. അവരെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആരാണവർ? ആ ഭീതിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, ഇത് റഹ്മാനായ അള്ളാഹു വാഗ്ദാനം ചെയ്ത പരലോകമാണ്. റസൂലുമാർ സത്യമായി പ്രവചിച്ച പരലോകമാണെന്ന് പറഞ്ഞ് നിർഭയരായി ഉയർത്തെഴുന്നേൽക്കുന്നവർ, അവരെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ വതതലഖാഹുമുൽ മലായികതു ഹാദാ യൗമുകുമുൽ ലദീ കുൻതും തുഅദൂൻ. ആ ഭീതിജനകമായ അവസ്ഥ വിഷമിപ്പിക്കാത്ത, വേദനിപ്പിക്കാത്ത, ദുഃഖിപ്പിക്കാത്ത ഒരു വിഭാഗം ആളുകൾ, ലാ യഹ്സനുഹുമുൽ ഫസഉൽ അക്ബർ, അവരെ ആ ഭീതി ഒരിക്കലും അലട്ടുകയോ വിഷമിപ്പിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവർ ആരാണ്? തതലഖാഹുമുൽ മലായിക, മലക്കുകൾ അവരെ എതിരേൽക്കുന്നവരാണ്. കുഴിമാടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ മലക്കുകൾ സ്വാഗതം മോദി സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. എങ്ങനെ മലക്കുകൾ പറയാം? തതലഖാഹുമുൽ മലായിക, അവരെ മലക്കുകളാണ് എതിരേൽക്കുക. എന്നിട്ട് പറയും, നിങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്ന പരലോകമാണിത് എന്ന് പറഞ്ഞിട്ടാണ് അവരെ സ്വീകരിക്കുക. അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ, എൻ്റെ അടിയാന്മാരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ വേണ്ടതില്ല എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് സ്വീകരിക്കുന്ന
ദാസന്മാർ, അടിയാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക കോടതിയിലേക്ക് ഈ ഒരു വിഭാഗത്തെ സ്വീകരിക്കുമ്പോൾ എങ്ങനെ അവർ അവിടം ഹാജരാകും, സന്നിഹിതരാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖാഹും നദ്റതൻ വസുറൂറ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ. വലഖാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായി സന്ധിക്കും. നദ്റതൻ വസുറൂറൻ, അവർ മാനസികമായി സുറൂർ, സന്തോഷത്തിൽ അവർ ഉപരിപ്ലവമായി പ്രശോഭിതരായി പ്രകാശിക്കുന്നവരായി. അതാണ് വലഖാഹും നദ്റതൻ വസുറൂറ എന്നാണ്. അവർക്ക് പേടിയോ ഭീതിയോ അവരുടെ പ്രഭ കെടുത്തിയിട്ടില്ല, അവരുടെ സന്തോഷം പോക്കിയിട്ടില്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരലോകത്ത് സ്വീകരിക്കുമ്പോൾ അവർ നിറഞ്ഞ സന്തോഷത്തിൽ പ്രകാശമയമായി അള്ളാഹു അവരെ സ്വീകരിക്കുമെന്നാണ്. മാത്രമല്ല ലഖാഹും, അള്ളാഹു അവരുമായി സന്ധിക്കും. അവർക്ക് വജസാഹും ബിമാ സബറു, ഈ ഭൗതിക ജീവിതത്തിൽ ക്ഷമിക്കേണ്ട വിഷയങ്ങളിൽ അവർ ക്ഷമിച്ച് സഹിച്ചു കഴിഞ്ഞതിനാൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും. ജന്നതൻ വഹരീറ, സ്വർഗവും സ്വർഗീയാനുഗ്രഹങ്ങളിൽ സ്വർഗീയ പട്ടുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം കനിയും എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് സ്വീകരിക്കുന്നവരിൽ പരലോകത്തെ പേടിയും ഭീതിയും ഏൽക്കാതെ നിറഞ്ഞ സന്തോഷത്തിൽ സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അള്ളാഹു അവരെ ഇவ்விധം സന്തോഷത്തിൽ സ്വീകരിക്കുന്ന പരലോകം ഒരു വിഭാഗം ആളുകൾ, അവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മലക്കുകൾ എതിരേറ്റ് സന്തോഷ വാർത്ത അറിയിച്ച് സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ ആരാണ് ആളുകൾ? അവരെക്കുറിച്ച് ചിലതൊക്കെയാണ് നമ്മളിവിടെ കേട്ടത്. ഏറ്റവും പ്രധാനം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് കേണ ഒരു ദുആ നമ്മളിവിടെ കേൾക്കുകയുണ്ടായി. റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബേ, ആളുകൾ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം നീ എന്നെ അപമാനിതനാക്കരുതേ, മാനക്കേടിന് വിധേയമാക്കരുതേ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. യൗമ യുബ്അസൂൻ, ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, ഒരു സ്വത്തും ഒരു സന്തതിയും ഉപകരിക്കാത്ത ദിവസമാണ് ആ ദിവസം. അതാണ് പരലോകം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നവനല്ലാതെ. എന്താ ഈ സലീമായ കൽബ്? സുരക്ഷിതമായ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ കലർപ്പില്ല, കളങ്കമില്ല, കാപട്യമില്ല. അവിശ്വാസം അതിനെ മുന്നിൽ മലിനമാക്കിയിട്ടില്ല, കപടവിശ്വാസം അതിനെ കേടാക്കിയിട്ടില്ല. കളങ്കരഹിതമായ ആദർശം, കപടമുക്തമായ വിശ്വാസം, ഷിർക്കിൻ്റെ കറയോ ലാഞ്ചനയോ ഏൽക്കാതെ തെളിഞ്ഞ തൗഹീദിൻ്റെ ഹൃദയം, അതുമായി പരലോകത്തേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അവർക്കാണ് അവിടെ സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാൻ, നിർഭയരാകാൻ, സുരക്ഷിതരാകാൻ അവസരമുള്ളത്. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അള്ളാഹു അവരെ സ്വീകരിക്കുന്നു, മലക്കുകൾ അവരെ സ്വീകരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് അവർ അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളുടെ തലക്ക് മുകളിൽ സൂര്യനെ കൊണ്ടുവന്നിട്ട് അടിയാറുകളൊക്കെ കൊടിയ ചൂടിൽ നിറഞ്ഞ വിയർപ്പിൽ കഴിയാൻ വിധിക്കപ്പെടുന്ന പരലോക കോടതിയാണ്, മഹ്ശറാണ്. സൂര്യൻ തലക്ക് മുകളിൽ ജ്വലിച്ച് നിൽക്കെ, വിയർപ്പിൽ ആളുകൾ മുങ്ങി നിൽക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അർശിൻ്റെ തണലേകി, അള്ളാഹുവിൽ നിന്നുള്ള തണലേകി സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവരാണ് അവിടെ നിറഞ്ഞ സന്തോഷത്തിൽ പേടിയില്ലാതെ ഭീതിയില്ലാതെ ഉയർത്തെഴുന്നേൽക്കുന്ന വിഭാഗം ആളുകൾ. മൻ അഹബ്ബ അൻ യുദില്ലഹു അല്ലാഹു ഫീ ദില്ലിഹി ഫൽ യുൻദിർ മുഅ്സിറ, നമ്മളിവിടെ കേൾക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല തണൽ വിരിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ശീതള ഛായയേറ്റ് അനുഗ്രഹീതരാകാൻ താല്പര്യപ്പെടുന്നവർ, കടബാധ്യതയുള്ളവർക്ക് ഇട നൽകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൽ മർഉ തഹ്ത ദില്ലി സദഖതിഹി ഫീ യൗമിൽ ഖിയാമ ഹത്താ യുഖ്ള ബൈനൽ ഇബാദ്, ഒരു മനുഷ്യൻ താൻ കൊടുക്കുന്ന സദഖകളുടെ തണലിലായിരിക്കും അന്ത്യനാളിൽ. അടിയാറുകൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി പ്രസ്താവിക്കുന്നത് വരെ, വിധി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ മഹ്ശറിൽ താൻ നൽകിയ സദഖയുടെ തണലിൽ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരമേകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. ഇഖ്റഉ അസ്സഹ്റാവൈൻ സൂറത്ത് അൽ ബഖറ വ സൂറത്ത് ആലി ഇംറാൻ
ഫഇന്നഹുമാ യഅ്തിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാൻ ഔ ഗയാബത്താൻ ഔ ഫിർഖാ ത്വയ്രിൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ സൂറത്തുൽ സഹ്റാവൈൻ ഓതണം. എന്താ ഈ സഹ്റാവൈൻ? സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനുമാണ്. സൂറത്ത് ആലി ഇംറാനും സൂറത്തുൽ ബഖറയും അതിൻ്റെ പ്രതിഫലം 2 കാർമുകിലുകൾ കണക്കെ അന്ത്യനാളിൽ വരുന്നതാണ്. കാർമുകിലുകൾ കണക്കെ അന്ത്യനാൾ വരും. കാർമുകിലുകൾ തലക്ക് മുകളിലുണ്ടെങ്കിൽ അയാൾക്ക് തണലേൽക്കും, കുളിരേൽക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, പരലോകോടതിയിൽ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കനിയുന്ന തണലേൽക്കുന്ന വിഭാഗം ആളുകൾ ലോകം മുഴുവൻ പരലോക ഭീതിയിൽ ഭയപ്പാടിലാകുമ്പോൾ ഒരു വിഭാഗത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കുളിര് സമ്മാനിച്ച് ശീതളച്ചായ സമ്മാനിച്ച് അവരെ ആദരിക്കുന്ന അവസ്ഥ, ആ ആളുകൾ എത്ര നിറഞ്ഞ സന്തോഷത്തിലായിരിക്കും, പേടിയില്ലാതെ ഭയമില്ലാത്ത അവസ്ഥയിലായിരിക്കും. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അള്ളാഹുവിൽ നിന്നുള്ള തണലല്ലാതെ ഒരു തണലുമില്ലാത്ത പരലോകത്ത് അള്ളാഹു തണലേകുന്ന 7 വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ച യുവാവ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, മസ്ജിദുമായി ഹൃദയം വിളക്കപ്പെട്ട വ്യക്തിത്വം. ഇങ്ങനെ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ചവർ അപ്രകാരം പവിത്ര ജീവിതത്തെ ചോദ്യം ചെയ്യും വിധം അഭിമാനത്തിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഇന്നി അഖാഫുല്ലാ, എനിക്ക് അള്ളാഹുവിനെ ഭയമുണ്ട് എന്ന് പറഞ്ഞ് തന്നെ ക്ഷണിച്ച പെണ്ണിൽ നിന്ന് തൻ്റെ വികാര പൂർത്തീകരണത്തിന് അവസരമുണ്ടായിട്ടും പിന്തിരിഞ്ഞു പോന്ന വ്യക്തി ദാനധർമ്മങ്ങൾ നിർവഹിച്ചപ്പോൾ അത് ഫഅഖ്ഫാഹ, സദഖയെ ഗോപ്യമാക്കി വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാതെ അള്ളാഹുവിന് വേണ്ടി സദഖ ചെയ്ത ആളുകൾ. വമൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, ആൾക്കൂട്ടത്തിലല്ലാതെ ആളൊഴിഞ്ഞെടുത്ത് താൻ തനിച്ചായിരിക്കെ അള്ളാഹുവിനെ ഓർക്കുകയും കണ്ണ് കരഞ്ഞ് നിറഞ്ഞൊലിക്കുകയും ചെയ്ത വ്യക്തി. ഇവരൊക്കെ അവിടെ അർഷിൻ്റെ തണലിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പരലോകത്തിൻ്റെ ആ പറയപ്പെട്ട ഭീതി അതൊന്നും ഏശാതെ ഏൽക്കാതെ അവിടെ ഉയർത്തെഴുന്നേറ്റ് നിർഭയരായി സന്തുഷ്ടരായി വരുന്ന ആളുകൾ നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ്. ഒപ്പം അങ്ങനെ ഉയർത്തെഴുന്നേൽക്കാൻ, അവിടെ സന്തോഷവും സമാധാനവും ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ്. പിന്നെ ഈ മഹ്ശർ, അതിൽ നീണ്ട കാലത്തിനപ്പുറം ഷഫാഅത്തിനുമൊക്കെ അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പ് കൽപ്പിക്കുമ്പോൾ വിചാരണക്കെത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് വിധേയരാക്കുമ്പോൾ അവിടെ സന്തുഷ്ടരാകുന്നവരെക്കുറിച്ച് പറഞ്ഞു. പേടിയില്ലാതെ സന്തുഷ്ടരാകുന്നവർ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുകയും തൻ്റെ കർമ്മരേഖ തൻ്റെ വലത് കൈയിൽ നൽകപ്പെടുകയും എന്നിട്ട് അള്ളാഹുവിൽ നിന്നുള്ള നേരിയ വിചാരണക്കപ്പുറം തൻ്റെ അഹ്ലുകാരിലേക്ക്, സ്വർഗാർഹരായ തൻ്റെ ബന്ധുക്കളിലേക്ക് മടങ്ങിപ്പോകുന്ന അയാൾ മടങ്ങിപ്പോകുമ്പോൾ സന്തുഷ്ടമായിട്ടാണ്, നിറഞ്ഞ സന്തോഷത്തിലാണ്. ഇവിടെ നമ്മൾ ഹദീസ് കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലയുദ്നി മിനൽ അബ്ദ് വയദഉ അലൈഹി കനഫഹു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കാൻ ഒരു ദാസനോട് അടുക്കും, മുഅ്മിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കും. യുദ്നി മിനൽ മുഅ്മിൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വയദഉ അലൈഹി കനഫഹു എന്നാണ്. അള്ളാഹുവിൻ്റെ കനഫ് ആ ദാസനിൽ ചേർത്ത് വെക്കുമെന്നാണ്. കെനഫ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർശ്വഭാഗമാണ്. പാർശ്വം നമ്മൾ മറ്റൊരാൾ കാണാതിരിക്കാൻ ഇങ്ങനെ ഒരാളെ മറച്ചു പിടിക്കുന്നുവെങ്കിൽ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കെനഫ് വെക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് വിശ്വാസിയോട് അള്ളാഹു അടുത്ത് വർത്തിക്കും. എന്നിട്ട് പരലോക കോടതിയിൽ ജനസമക്ഷമാണ് വിചാരണ. അവിടെ നബിമാരുണ്ട്, അവിടെ ശുഹദാ ഉണ്ട്. അവരിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ മറച്ചു പിടിച്ചിട്ടാണ് അവന് വിചാരണ നടത്തുന്നത്. അതാരിഫു ദംബഖദ, അതാരിഫു ദംബഖദ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഇന്ന തെറ്റ് നീ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്.
അത് അംഗീകരിച്ചേ മതിയാവും. കാരണം അവൻ ചെയ്ത തെറ്റുകളാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർമ്മിപ്പിച്ച് കേൾപ്പിച്ച് അവനെ വിചാരണ നടത്തുകയാണ്. മാലോകരിൽ നിന്ന് അവനെ മറച്ച് അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വകാര്യതയിൽ ചോദിക്കുകയാണ്, ഇന്ന തെറ്റുകളൊക്കെ നീ ചെയ്തിട്ടില്ലേ? അവനൊന്നും നിഷേധിക്കാൻ കഴിയില്ല. അവനെല്ലാം ഞാനിത് ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് ആ സ്വകാര്യ വിചാരണയിൽ സമ്മതിക്കുമെന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സതർതുഹ ലക ഫി ദുനിയ വഅന അഗ്ഫിറുഹ ലകൽ യൗം. ഈ തെറ്റുകളൊക്കെ നീ ചെയ്തപ്പോൾ ഈ തെറ്റുകളെ മാലോകരിൽ നിന്ന് ഞാനാണ് മറച്ചു പിടിച്ചത്. ദുനിയാവിൽ നീ ഈ തെറ്റുകൾ ചെയ്തപ്പോൾ ലോകരിൽ നീ വഷളായിട്ടില്ല. കാരണം ഞാനത് മറച്ചു പിടിച്ചു എന്നതിനാൽ. അതുകൊണ്ട് തന്നെ ഇന്നേ ദിനം ഞാനതാ നിനക്ക് അവയെല്ലാം പുറത്തു തരുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത തെറ്റുകൾ ഇவ்விധം വിചാരണ നടത്തി മാപ്പാക്കുന്ന ആ സമയം ഒരു വിശ്വാസിക്കുണ്ടാകുന്ന സന്തോഷം, അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോക കോടതിയിൽ ഈ പറഞ്ഞ ഭീതിയും പേടിയുമൊക്കെ അവിടെ നേരിടുമ്പോൾ, നന്നായി ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന അവസ്ഥ എന്നുള്ളതാണ്. പിന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്ന, സ്വർഗത്തിലേക്ക് വിധിക്കുന്ന സമയം, ഉദ്ഖുലുൽ ജന്നത അൻതും വ അസ്വാജുകും തുഹ്ബറൂൻ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് വിധിക്കുന്ന, സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ആ സമയമുണ്ടാകുന്ന സന്തോഷമാണ്. ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് അല്ലാഹു പറയും. നിങ്ങൾ മാത്രമല്ല വ അസ്വാജുകും, നിങ്ങളുടെ ഇണകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതും തുഹ്ബറൂൻ എന്നാണ്. നിറഞ്ഞ സന്തോഷത്തിൽ, നിറഞ്ഞ മനസംതൃപ്തിയിൽ, നിർഭയത്വത്തിൽ സ്വർഗത്തിലേക്ക് ഇണകളോടൊപ്പം, ജീവിതസഖികളോടൊപ്പം സ്വർഗത്തിലേക്ക് ഇടം കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിശ്വാസിയുടെ സന്തോഷം. സഹധർമ്മിണികൾ മാത്രമല്ല, സന്തതികളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും എന്ന് പറഞ്ഞില്ലേ. വിശ്വസിച്ചവർ, വിശ്വാസത്തിൽ ഈ വിശ്വാസികളായ രക്ഷിതാക്കളെ പിന്തുടർന്ന സന്തതികൾ എന്താ? അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും എന്നാണ്. വിശ്വാസികളോടൊപ്പം സന്തതികളെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കൂട്ടുന്ന, സ്വർഗത്തിലേക്ക് ചേർക്കുന്ന ആ ഒരു സമയം വിശ്വാസികളായ രക്ഷിതാക്കൾക്ക് തൻ്റെ സന്തതികളോടൊപ്പം സ്വർഗത്തിൽ ഇടം കാണാനുള്ള അവസരം വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇണകളോടൊപ്പം, മക്കളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് ചേർക്കുന്ന, വിളിക്കുന്ന, വിധിക്കുന്ന ആ സമയം ഒരു വിശ്വാസിക്കുണ്ടാകുന്ന സന്തോഷം, നിർഭയത്വം, അത് എത്രമേൽ മഹനീയമായിരിക്കും. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി പരലോകത്തൊരു വിശ്വാസിക്കുണ്ടാകുന്ന സന്തോഷവും നിർഭയത്വവും സമാധാനവുമൊക്കെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഉത്കൃഷ്ടരോടൊപ്പം സ്വർഗലോകം പങ്കിടാൻ അവസരം വിധിക്കപ്പെടുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ എന്ന്. അല്ലാഹു അനുഗ്രഹമരുളിയ ഒരു വിഭാഗം ആളുകൾ, അവർ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ഇടം കാണും. ആ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ഇടം കാണുന്ന അനുഗ്രഹീതർ, അത് മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരും സിദ്ദീഖുമാരും ഷഹീദുമാരും സാലിഹുകളുമായ ആളുകളാണ്. ആ ആളുകളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കുന്ന, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇടം കാണാൻ അവസരം നൽകുന്ന വിശ്വാസികൾ, അവർ എത്ര സന്തോഷത്തിൽ, എത്ര സമാധാനത്തിൽ പരലോകത്ത് പരിലസിക്കുമെന്നുള്ളതാണ്. ആ നബിമാരിൽ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുൻപന്തിയിലാണ്. ആ സിദ്ദീഖുമാരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരുടെ മുൻപന്തിയിലാണ്. അവരുടെ ആ ശുഹദാക്കളിൽ സയ്യിദ് ഷുഹദാ ആയി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബൊക്കെ മുൻപന്തിയിലാണ്. സാലിഹുകളിൽ സാലിഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹത്തുക്കൾ പലരാണ്, അവരൊക്കെ ഈ മുൻപന്തിയിലാണ്. അപ്പോൾ ആ വിശിഷ്ടരുടെ കൂടെ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കുന്ന ആളുകൾ, അവരോടൊപ്പം ഇടം കനിയുന്ന ആളുകൾ, അവർ പരലോകത്ത് എത്ര നിറഞ്ഞ സന്തോഷത്തിലും നിർവൃതിയിലും സമാധാനത്തിലുമായിരിക്കും. നമ്മൾ ഇങ്ങനെ ഈ ഒരു വിഷയം പഠിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ അളവിൽ നമ്മൾ എവിടെ, എങ്ങനെ, ആരോടൊപ്പം എന്നത് ഇവിടെ വെച്ച് ആലോചിക്കേണ്ട വിഷയമാണ്.
പരലോകം സുനിശ്ചിതാണ്. ആ പരലോകം ഇവിടെ സംഭവിക്കാനിരിക്കുന്നതാണ്. അത് സംഭവിക്കുമ്പോൾ എന്ത് എന്നുള്ളത് അത് സംഭവിപ്പിക്കുന്ന പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതും അറിയിച്ചതും നമ്മൾ മനസ്സിലാക്കി. ഒപ്പം ആ പരലോകത്ത് ഭീതിയും ഭയപ്പാടും ഒക്കെ എത്രയെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. അതൊക്കെ ഉണ്ടെങ്കിലും നിർഭയത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ അവിടേക്ക് ഉയർത്തെഴുന്നേറ്റ് നിറഞ്ഞ സന്തോഷത്തിൽ കഴിയുന്ന വിഷയവും നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. ആ സന്തോഷവും നിർഭയത്വവുമൊക്കെ ആർക്ക് ചിലതാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത്. അപ്പോൾ ആ നിറഞ്ഞ സന്തോഷത്തിനും നിർഭയത്വത്തിനും നമ്മൾ എങ്ങനെ വർത്തിക്കണം, പെരുമാറണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആലോചിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضലിനാൽ നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അല്ലാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും അല്ലാഹു നമുക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അല്ലാഹു നമ്മുടെ മാതാപിതാക്കളെ ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിന് നമ്മളിൽ നിന്ന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിർഭയരായി സുരക്ഷിതരായി പരലോകം പോകുവാനും നബിമാരുടെ കൂട്ടത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് ഉയരുവാനും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ ഒരിടം കാണാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅൽ മില്ലത്തി വദ്ദീൻ. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.